പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് വേദനകളിലെ ദൈവീകത എന്നുള്ളതാണ്. ഇന്ന് അനേകരുടെ ജീവിതങ്ങളിൽ ദുഃഖം പടർന്നു കയറുകയാണ്. ഒരു കടബാധ്യത വന്നു, രോഗം വന്നു, പണത്തിന് ബുദ്ധിമുട്ട് വന്നു, വളരെ പരിശ്രമിച്ചിട്ടും അതിൽ നിന്ന് കരകയറാനായില്ല. അങ്ങനെ കുറെ കഴിയുമ്പോഴേക്കും മനസ്സ് ഇടിഞ്ഞു തുടങ്ങും. മനസ്സ് മടുത്ത് ജീവിതം എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കുകയാണ് ചിലർ. ഇത് പിശാചിന്റെ ഒരു കൗശലമാണ്. വചനം ഇപ്രകാരം പറയുന്നു: ആപത്തിൽ അടി പതറരുത്. കൊടിയ ആത്മീയത അനുഭവിക്കുന്ന ദാവീദിനെ നമുക്ക് 77-ാം സങ്കീർത്തനത്തിൽ കാണാം. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വിവിധ തരത്തിലുള്ള വേദനകളെ സന്തോഷത്തോടെ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? വേദനകൾ നമ്മെ ജീവിത വിജയത്തിലേക്ക് നയിക്കുന്നു. അവ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നാം പക്വതയിലേക്ക് വളരേണ്ടത്. അത് നമുക്ക് സമ്മാനിക്കുന്നത് സഹനശീലവും ക്ഷമാശക്തിയുമാണ്. വേദനകൾ കൃപകളാണ്, ദൈവദാനങ്ങളാണ്. അത് നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നു. വിശുദ്ധ മദർ തെരേസ രോഗം മൂലം കർഷത അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയെ ആശ്വസിപ്പിച്ചത് ഇങ്ങനെയാണ്: മകളെ, ദൈവം വേദനകൾ നൽകുമ്പോൾ സന്തോഷിക്കണം. കാരണം ദൈവത്തിന്റെ ചുംബനങ്ങളാണ് വേദനകൾ. ഒരച്ഛൻ ഇങ്ങനെ പറയുമായിരുന്നു: ദൈവം തന്റെ പുത്രന്റെ കുരിശ് നമ്മുടെ തോളിൽ വച്ചു തരുമ്പോൾ നാം സന്തോഷിക്കണം. ദൈവം ഒരു കുരിശ് തരുമ്പോൾ അത് ചുമക്കുന്നതിനുള്ള കഴിവും നമുക്ക് തരും. വേദനകളിലാണ് ദൈവത്തിന്റെ ശ്രദ്ധ നമ്മിലേക്ക് കൂടുതലായി ഉണ്ടായിരിക്കുന്നതെന്ന് എപ്പോഴും ഓർക്കുക. അവശരായ മക്കളെയല്ലേ മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നത്. മാലിനി ഹൊള്ള ഒരു അന്താരാഷ്ട്ര വീൽചെയർ താരം. ഇന്ത്യയിൽ ഏറ്റവും വേഗം കൂടിയ വീൽചെയർ അത്ലറ്റ്. മാലിനിയുടെ ജീവിതത്തിലേക്ക് 1.5 വയസ്സുള്ളപ്പോൾ കടന്നുകൂടിയ പനി പോളിയോ ബാധിച്ച അവളുടെ കാലുകളെ പൂർണ്ണമായി തളർത്തി. 33 പ്രാവശ്യം അവൾക്ക് ഓപ്പറേഷന് വിധേയമാകേണ്ടി വന്നു. ജീവിതം കരഞ്ഞു തീർക്കാൻ കാരണങ്ങൾ ഏറെ ഉണ്ടായിട്ടും തോറ്റു പിന്മാറാൻ മാലിനി തയ്യാറല്ലായിരുന്നു. ലോകം അറിയുന്ന കായിക താരമായി, സിനിമാ നടിയായി അവൾ മാറി. ഇവളുടെ ജീവിതം നമുക്ക് എന്താണ് പറഞ്ഞു തരുന്നത്? ആത്മവിശ്വാസം കൈമുതലായി ഉണ്ടെങ്കിൽ വേദനകളിൽ, തകർച്ചകളിൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയും എന്ന്. സുഖത്തിനൊപ്പം ദുഃഖവും ചേരുമ്പോഴാണ് ജീവിതത്തിന് തന്നെ അർത്ഥം ലഭിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് പുരട്ടാതെന്തിനു കൊള്ളാം ജീവിത പലഹാരം എന്ന് കവി ചോദിക്കുന്നു. ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ എന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ കർഷകർക്ക് മറ്റുള്ളവരാണോ ഉത്തരവാദികൾ? നല്ലതും ചീത്തയുമായ അനുഭവങ്ങളെല്ലാം ദൈവം നേരത്തെ നമുക്ക് നിശ്ചയിച്ചതാണ്. വചനം ഇപ്രകാരം പറയുന്നു: പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ചു കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും. ഇത്രയും നേരം ഞാൻ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം ഇതാണ്. സഹനങ്ങൾ എന്ന് പറയുന്നത് ദൈവം തരുന്ന രത്നങ്ങളാണ്. അതുകൊണ്ട് സഹനത്തിന് വലിയ മൂല്യമുണ്ട്. നിങ്ങൾ ഏതെങ്കിലും സുഖിമാന്മാരായ വിശുദ്ധരെ കണ്ടിട്ടുണ്ടോ? സുഖിമാന്മാരായ ഒരു വിശുദ്ധരും ഇല്ല എന്നുള്ളതാണ് സത്യം. ദൈവം ഇത്രയധികം സ്നേഹിക്കുന്നവരാണ് വിശുദ്ധര്. അപ്പൊ ആ വിശുദ്ധർക്ക് എന്തിനാണ് ദൈവം ഇത്രയധികം സഹനം കൊടുക്കുന്നത്, ആ വേദനകൾ കൊടുക്കുന്നത്? അപ്പൊ എന്തോ ഒരു വലിയ മൂല്യം ഈ സഹനത്തിലുണ്ട് എന്ന് ഉറപ്പാണ്. അല്ലെങ്കിൽ നമ്മളെ ഇത്രയധികം സ്നേഹിക്കുന്ന ദൈവം നമുക്ക് സഹനങ്ങൾ തരില്ലായിരുന്നു. അതുകൊണ്ട് സുഖിമാന്മാരായ ഒരു വിശുദ്ധരും ഇല്ല, സഹനമില്ലാത്ത ഒരു
സുഖവാന്മാരായ ഒരു വിസ്തരവും ഇല്ല, സഹനമില്ലാത്ത ഒരു വിസ്തരയും നമുക്ക് കാണിച്ചു തരാനും പറ്റുകയില്ല. നമ്മൾ വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വിശുദ്ധ അൽഫോൻസാമ്മ എന്തുകൊണ്ടാണ് വിശുദ്ധയായത്? നമ്മൾ അൽഫോൻസാമ്മയുടെ ജീവിതം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ അൽഫോൻസാമ്മ ഒത്തിരി ദാനധർമ്മം ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. വിശുദ്ധ അൽഫോൻസാമ്മ ഒത്തിരി പുണ്യപ്രവൃത്തികൾ ചെയ്തതായിട്ടും നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് എങ്ങനെയാണ് അൽഫോൻസാമ്മ വിശുദ്ധയായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽഫോൻസാമ്മ വിശുദ്ധയായത് ഒരേ ഒരു കാരണമേ ഉള്ളൂ, അത് സഹനമാണ്. അതികഠിനമായ സഹനം അൽഫോൻസാമ്മയ്ക്ക് വന്നു. അന്നേരം അൽഫോൻസാമ്മ സന്തോഷത്തോടു കൂടി ആ സഹനത്തെ ദൈവകരങ്ങളിൽ കൂടി സ്വീകരിച്ചു. അതുകൊണ്ട് മാത്രമാണ് അൽഫോൻസാമ്മ വിശുദ്ധയായത്. അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് ദൈവം സഹനങ്ങൾ തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സഹനങ്ങൾക്ക് വലിയ മൂല്യമുണ്ടെന്ന് ദൈവത്തിന് അറിയാം. ദൈവം നമ്മെ വളരെയധികം സ്നേഹിക്കുന്ന ആളാണ്. അപ്പൊ ദൈവം അനന്തജ്ഞാനിയുമാണ്. അപ്പൊ ദൈവം നമുക്കൊരു സഹനം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ വലിയൊരു കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. ദൈവം ഒരു കാരണമില്ലാതെ ആർക്കും സഹനം തരികയില്ല. അപ്പൊ നമുക്ക് ദൈവം ഒരു സഹനം തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ആ സഹനത്തെ കുറിച്ച് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. നമുക്ക് വരുന്ന സഹനങ്ങൾ നമ്മൾ പ്രാകാതെ നമ്മൾ ദൈവകരങ്ങളിൽ നിന്ന് സന്തോഷപൂർവ്വം ആ സഹനങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായും സ്വർഗത്തിൽ പോകാൻ പറ്റും. അതുപോലെ തന്നെ ഈ ലോക ജീവിതത്തിലുള്ള നമുക്ക് വരുന്ന പാവങ്ങളെല്ലാം മോചിച്ച് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനായിട്ട് ദൈവം ചിലപ്പോൾ നമുക്ക് സഹനങ്ങൾ അനുവദിക്കാം. ദൈവത്തിന് നമ്മളെ വിശദീകരിക്കണമെങ്കിൽ ഈ സഹനമല്ലാതെ വേറൊരു വഴിയില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം ധാരാളം സഹനങ്ങൾ തരുമ്പോൾ നമ്മൾ അത് കർത്താവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് കാഴ്ചവെക്കുകയാണെങ്കിൽ സഹനത്തിന് വളരെ വിലയുണ്ട്. അല്ലാതെ നമുക്കൊരു സഹനം വരുമ്പോൾ നമ്മൾ നിരാശരായി പോകരുത്. അതുപോലെ തന്നെ നമുക്കൊരു സഹനം വരുമ്പോൾ നമ്മൾ ദൈവത്തെ ശപിക്കരുത്, പ്രാകരുത്, മറ്റുള്ളവരെ പ്രാകരുത്. ഇങ്ങനെ ഒന്നും ചെയ്യാതെ നമുക്ക് വരുന്ന സഹനങ്ങൾ നമ്മൾ ദൈവകരങ്ങളിൽ നിന്ന് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ചെയ്തു കൂട്ടുന്ന പാവങ്ങൾക്കെല്ലാം ദൈവം അതൊരു പരിഹാരമായി എടുത്തുകൊണ്ട് നമുക്ക് മരണശേഷം സ്വർഗത്തിൽ പോകാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ദൈവം തരുന്ന സഹനങ്ങൾ വലിയ രത്നങ്ങളാണ് എന്ന് ഉറപ്പാണ്. ദൈവത്തിന് വേറെ ഏതെങ്കിലും വഴിയിൽ നമ്മളെ വിശദീകരിക്കാൻ പറ്റുമെങ്കിൽ ദൈവം ആ വഴി സ്വീകരിച്ചാണ്. പക്ഷെ ദൈവം നമുക്ക് സഹനങ്ങൾ തരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നന്മയ്ക്കാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് സഹനങ്ങൾ കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ പാവങ്ങൾക്കായിട്ട് ആ കണക്കിട്ട് കഴിഞ്ഞിട്ട് ആ സഹനങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആ സ്വർഗത്തിലോട്ട് കയറ്റിവിടാൻ നമ്മളെ സഹായിക്കും. നമ്മൾക്ക് ധാരാളം സഹനങ്ങളും പുണ്യങ്ങളും ഉണ്ടെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കള് നമ്മുടെ അടുത്ത് വരും. എൻ്റെ അടുത്ത് പല ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളും വരാറുണ്ട്. ഞാൻ പ്രാർത്ഥിച്ച് അവരെ സ്വർഗത്തിലോട്ട് കയറ്റിവിടാനുണ്ട്. ഞാൻ വലിയ വിശുദ്ധനായിട്ടൊന്നും അല്ല ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കള് എൻ്റെ അടുത്ത് വരുന്നത്. അല്ല, ദൈവം എനിക്ക് വന്നേക്കുന്ന ഒരു വരമാണ് അത്. അവിടെ ഞാൻ ഇതിനകം ഒത്തിരി ആയിരക്കണക്കിന് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സ്വർഗത്തിലോട്ട് കയറ്റിവിട്ട് കഴിഞ്ഞു. എല്ലാ ദിവസവും രാവിലെ ദൈവം എന്നോട് പറയും, നിന്റെ അടുത്ത് ഇത്ര ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ നിപ്പുണ്ടെന്ന് പറയും. അപ്പൊ എണ്ണവും പറയും. അപ്പൊ ദൈവം എനിക്കൊരു പ്രാർത്ഥന പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കള് വളരെ വേഗം സ്വർഗത്തിലോട്ട് എനിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കയറിപ്പോകും. ഇങ്ങനെ എത്രമായ അനുഭവങ്ങൾ എനിക്കുണ്ട് എന്ന് അറിയാമോ? അതുകൊണ്ട് സഹനം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ നിരാശരാവരുത്. അതുപോലെ തന്നെ നമുക്ക് വരുന്ന സഹനം കർത്താവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് കാഴ്ചവെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇഹലോകത്തിൽ വരുന്ന മുഴുവൻ പാവങ്ങളും ദൈവം നമ്മോട് ക്ഷമിക്കും. അതുപോലെ തന്നെ നമുക്ക് മരണശേഷം സ്വർഗത്തിൽ പോവാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. ഇവിടെ നമ്മൾ 100 വയസ്സ് മുകളിൽ വരെ ജീവിച്ചാലും എത്ര നാളുണ്ട് നമുക്കിവിടെ ജീവിതം? അപ്പൊ മരണശേഷം നിത്യമായ ജീവിതമാണ്. അപ്പൊ ഒരിക്കലും തീരാത്ത ജീവിതമാണ് മരണശേഷം വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള നിത്യമായ ജീവിതത്തില് നമ്മൾ സ്വർഗത്തില് ദൈവത്തോടു കൂടെ ആയിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിലെ ദൈവം നമുക്ക് കുറച്ച് സഹനങ്ങൾ തന്നു കഴിഞ്ഞാൽ അത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്. അതുകൊണ്ട് സഹനങ്ങൾ വരുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ നിരാശരാവരുത്, ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കരുത്. ദൈവം തരുന്ന സഹനങ്ങൾ നമുക്ക് എപ്പോഴും നന്മയ്ക്കായിട്ട് മാത്രമേ മാറുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു സഹനം വന്നു കഴിഞ്ഞാൽ
അത് ദൈവകരങ്ങളിലൂടെ സന്തോഷപൂർവ്വം നമുക്ക് അത് സ്വീകരിച്ച് നമുക്കും ഒരു വിശുദ്ധനും വിശുദ്ധയാവാം. അതുപോലെ തന്നെ മരണശേഷം നമുക്ക് നേരെ സ്വർഗത്തിലും പോകാം. അതുകൊണ്ട് നമുക്ക് വരുന്ന സഹനങ്ങൾ എന്ന് പറയുന്നത് ദൈവം തരുന്ന സ്നേഹ ചുംബനങ്ങളാണ്. ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.